BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മുഹറ ക്ലബിന് സമീപമുള്ള റോഡിന്റെ പേര് ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ പേര് നൽകാൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫ് ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അദ്ദേഹം നൽകിയ സേവനങ്ങളെ മാനിച്ചാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹമ്മദ് രാജാവ് ആഭ്യന്തരമന്ത്രി കേണൽ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ മജ്ലിസിലെത്തി പരേഡിന് വേണ്ടി അനുശോചന സന്ദേശം കൈമാറി. അദ്ദേഹം ചെയ്ത സേവനങ്ങളെ അനുസ്മരിക്കുകയും പരലോക മോക്ഷത്തിനായി പ്രാർത്ഥിക്കുകയും മുഹറക്കിലെ ഒരു റോഡിന് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. യമൻ പ്രസിഡന്റ് ഡോക്ടർ റഷാദ് അൽ അലീമി റിയാദിൽ റെസിഡന്റായ ബഹ്റൈൻ അംബാസഡർ ഷെയ്ഖ് അലി ബിൻ അബ്ദുറഹീം ബിൻ അലി അൽ ഖലീഫയിൽ നിന്നും നിയമന രേഖകൾ സ്വീകരിച്ചു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരുടെ അഭിവാദ്യങ്ങൾ അംബാസഡർ യമൻ പ്രസിഡന്റിന് കൈമാറി. ഇരുവർക്കുമുള്ള പ്രത്യഭിവാദ്യങ്ങൾ കൈമാറാൻ അംബാസഡറെ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുകയും ചെയ്തു. ബഹ്റൈനും യമനും തമ്മിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലുള്ള സഹകരണവും കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ അംബാസഡർക്ക് സാധിക്കട്ടെ എന്ന് ഡോക്ടർ റഷാദ് ആശംസിക്കുകയും ചെയ്തു. തനിക്ക് നൽകിയ ഊഷ്മള സ്വീകരണത്തിന് അംബാസഡർ യമൻ പ്രസിഡന്റിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. ഹരിപ്പാട് നിവാസികളുടെ കൂട്ടായ്മ ഹരിഗീതപുരം ബഹ്റൈന്റെ വിഷു, ഈസ്റ്റർ, ഈദ് ആഘോഷങ്ങളും 2024-25 വർഷത്തെ ഭരണസമിതിയുടെ പ്രവർത്തനോദ്ഘാടനവും നടന്നു. BMCയിൽ നടന്ന പരിപാടി ആടുജീവിതം സിനിമയിലെ യഥാർത്ഥ കഥാപാത്രവും ഹരിപ്പാട് സ്വദേശിയുമായ നജീബ് ഉദ്ഘാടനം ചെയ്തു. ഹരിപ്പാട് നിവാസികൾക്ക് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വിഷു സദ്യയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. പ്രസിഡന്റ് മധുസൂദൻ നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സനൽകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പ്രമോദ് രാഘവൻ നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ മീഡിയ സിറ്റി മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത് ആശംസാ പ്രസംഗം നടത്തി. ബഹ്റൈൻ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന ICF ഹമദ് ടൗൺ സെൻട്രൽ വെൽഫെയർ പ്രസിഡന്റ് മൂസ കരിമ്പിലിന് ICF യാത്രയയപ്പ് നൽകി. ICF സെൻട്രൽ പ്രസിഡന്റ് നിസാർ സഖാഫി അധ്യക്ഷത വഹിച്ചു. സംഗമം ICF ബഹ്റൈൻ നാഷണൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MC അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ പബ്ലിക്കേഷൻ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ സിദ്ദീഖി, ഇബ്രാഹിം സഖാഫി എന്നിവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ ചെക്യാട് സ്വാഗതവും മൂസ കരിമ്പിൽ നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുനെതിരെ കേസ്. യുവജന ശ്രമിക റൈതു കോൺഗ്രസ് പാർട്ടി MLA രവിചന്ദ്ര കിഷോർ റെഡ്ഡിയുടെ ക്ഷണപ്രകാരം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ അല്ലുവിനെതിരെയാണ് കേസെടുത്തത്. അനുമതിയില്ലാതെ അല്ലു അർജുൻ പങ്കെടുത്ത പരിപാടിയിൽ വലിയ ആൾക്കൂട്ടത്തെ MLA എത്തിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അനുമതി വാങ്ങണം. എന്നാൽ ഇത് വാങ്ങാതെയാണ് MLA ആയ രവിചന്ദ്ര കിഷോർ റെഡ്ഡി അല്ലുവിനെ പരിപാടിക്കായി എത്തിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആന്ധ്ര പോലീസ് കേസെടുത്തത്. അല്ലു അർജുനെ കാണാൻ കിഷോർ റെഡ്ഡിയുടെ വീട്ടിൽ വലിയ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് താൻ ഇവിടെ എത്തിയതെന്നും ആരാധകരോട് അല്ലു അർജുൻ പറഞ്ഞു. തന്റെ സുഹൃത്തുക്കൾ ഏതു മേഖലയിലാണെങ്കിലും അവർക്കായി എത്തും. തന്റെ സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും നൽകും. പക്ഷേ താൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്നുവെന്ന് അത് അർത്ഥമാക്കുന്നില്ലെന്നും അല്ലു അർജുൻ കൂട്ടിച്ചേർത്തു. അതേസമയം അനുമതി വാങ്ങാതെ അല്ലു അർജുനെ പോലൊരു സൂപ്പർ താരത്തെ പരിപാടിക്ക് എത്തിച്ചതിൽ MLAക്കെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. പാറ പൊട്ടിക്കാൻ കരിമരുന്നിന് തിരികൊളുത്തിയ ശേഷം കിണറ്റിൽ നിന്ന് കയറാനാകാത്തതിനാൽ തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പെരിന്തൽമണ്ണ തേക്കിൻകോട്ടിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:45 അപകടം. തമിഴ്നാട് സേലം പൂലംപാട്ടി കൊണേറിപ്പാട്ടി മെയ്യം സ്ട്രീറ്റിൽ അപ്പുസ്വാമിയുടെ മകൻ രാജേന്ദ്രനാണ് മരിച്ചത്. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. തൊട്ടോളി നൗഫലിന്റെ ഉടമസ്ഥതയിലുള്ള കിണർ ആഴം കൂട്ടാൻ വേണ്ടി 7 പേരടങ്ങിയ സംഘമാണ് പാറ പൊട്ടിക്കാൻ ഇറങ്ങിയത്. കംപ്രസർ ഉപയോഗിച്ച് കുഴിയെടുത്ത് കരിമരുന്ന് നിറച്ച് മരുതൊഴിലാളികൾ കയറിയിരുന്നു. രാജേന്ദ്രനാണ് തിരികൊളുത്താൻ നിന്നത്. തിരികൊളുത്തി നിശ്ചിത സമയത്തിനകം കരയ്ക്ക് കയറുന്നതാണ് ഈ തൊഴിലിന്റെ രീതി. തിരികെ കയറുന്നതിനിടെ കാൽ വഴുതിയോ മറ്റോ ഇയാൾ കിണറ്റിലേക്ക് തന്നെ വീണു. അല്പസമയത്തിനകം ഉഗ്രശബ്ദത്തിൽ പാറ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അപകട വിവരമറിഞ്ഞ് പരിസരവാസിയായ ട്രോമ കെയർ വോളണ്ടിയർ ജബാർ ജുബിലിയാണ് ആദ്യം സ്ഥലത്തെത്തിയത്. ഇദ്ദേഹം അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു. ജബാർ കിണറ്റിൻ ഏതാനും റിങ് താഴേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും പുക മൂടിയതിനാലും അകത്ത് വായു ഇല്ലാത്തതിനാലും തിരികെ കയറി. പിന്നീട് കംപ്രസർ ഉപയോഗിച്ച് കാറ്റടിച്ച് പുക നീക്കി. അപ്പോഴേക്കും സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേനയിലെ ഫയർ ഓഫീസർ രഞ്ജിത്ത് ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിച്ച് കിണറ്റിലിറങ്ങി. പിറകെ ജബ്ബാറും ഇറങ്ങി. കല്ലും മണ്ണും മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. മൺവെട്ടിക്കൊണ്ട് മണ്ണ് നീക്കിയാണ് മൃതദേഹം പുറത്തെടുത്തത്. ട്രോമാ കെയർ വളണ്ടിയർമാരായ ഗിരീഷ് കീഴാറ്റൂർ, വിനോദ് മുട്ടുങ്ങൽ എന്നിവരും സഹായത്തിന് എത്തിയിരുന്നു.
കരമന അഖിൽ വധക്കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിൽ. അഖിൽ അപ്പു എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത്. കൊലപാതകം നടത്തിയ മറ്റ് 3 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായുള്ള സൂചനയും പോലീസിന് ലഭിച്ചതായാണ് അറിയുന്നത്. ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയ 4 പേരും കേസിൽ പിടിയിലായിട്ടുണ്ട്. അനീഷ്, ഹരിലാൽ, കിരൺ എന്നിവരാണ് പിടിയിലായത്. കുട്ടപ്പൻ എന്ന് വിളിക്കുന്ന അനീഷാണ് ഇന്നോവ വാഹനം വാടകയ്ക്ക് എടുത്തുകൊണ്ടുവന്നത്. ഇയാൾ അനന്തു കൊലക്കേസിലെയും പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. ഹരിലാലും അനന്തു കൊലക്കേസിലെ പ്രതിയാണ്. ഗൂഢാലോചനയിലും മയക്കുമരുന്ന് ഉപയോഗത്തിലും പങ്കാളിയാണ്. കിരൺ കൃഷ്ണ പാപ്പനംകോട് ബാറിൽ ഇലക്ഷൻ ദിവസം നടന്ന അക്രമത്തിലെ പങ്കാളി. അഖിലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കിരൺ കരമന സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ്. മുഖ്യപ്രതി അഖിൽ അപ്പുവിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് കിരണാണെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ അരും കൊലയുണ്ടായത്. മരുത്തൂർ കടവിൽ അലങ്കാര മത്സ്യക്കച്ചവടം നടത്തുകയാണ് അഖിൽ. കഴിഞ്ഞ ദിവസം 26-ന് പാപ്പനംകോടുള്ള ബാറിലുണ്ടായ തർക്കമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. കാറിലെത്തിയ അക്രമി സംഘം അഖിലിനെ ആദ്യം കമ്പി വടികൊണ്ട് അടിച്ചു വീഴ്ത്തി, പിന്നീട് കല്ലെടുത്ത് തലയ്ക്ക് അടിക്കുകയായിരുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞ കാർ അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മേരിഗിരി സ്വദേശി തുണ്ടിയിൽ സോജനാണ് മരിച്ചത്. കാർ ഡ്രൈവർ മേരിഗിരി സ്വദേശി കളപ്പുരയ്ക്കൽ നിഖിൽ, സഹായികളായ കണിയാമ്പറമ്പിൽ സിജോ, തുണ്ടിയിൽ ബിപിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 4:30 തങ്കമണിയിൽ വെച്ച് ഇവർ യാത്ര ചെയ്ത ഓൾട്ടോ കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. വീട്ടിനുള്ളിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച സോജനുമായി ആശുപത്രിയിൽ പോകവെയാണ് അപകടം. പരിക്കേറ്റവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ എല്ലാവരെയും തങ്കമണി കോപ്പറേറ്റീവ് ആശുപത്രി എത്തിച്ചെങ്കിലും സോജനെ രക്ഷിക്കാനായില്ല. സോജന്റെ മൃതദേഹം തങ്കമണി കോപ്പറേറ്റീവ് ആശുപത്രി മോർച്ചറിയിൽ. അശ്ലീല വീഡിയോ വിവാദത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനിടെ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയ RMP നേതാവ് KS ഹരിഹരൻ ഫേസ്ബുക്കിൽ ഖേദപ്രകടനം നടത്തി. CPM വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണമെന്ന വിഷയത്തിൽ UDF RMPA ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി വടകരയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹരിഹരൻ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. KK ശൈലജ ടീച്ചറുടെയും സിനിമാ താരം മഞ്ജു വാര്യരുടെയും പേര് പരാമർശിച്ചായിരുന്നു പ്രസംഗം. ഇത് വിവാദമായതോടെ രാത്രി തന്നെ ഖേദം പ്രകടിപ്പിച്ചു. ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നുവന്നതായി സുഹൃത്തുക്കളും മാധ്യമ പ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നെന്നാണ് ഇതേക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചതിന് പിന്നാലെയാണ് ഹരിഹരൻ വിവാദ പരാമർശം നടത്തിയത്. UDF RMPA നേതാക്കൾ ഉൾപ്പെടെ വേദിയിലുണ്ടായിരുന്നു. പരാമർശത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും കടുത്ത വിമർശനം വന്നിരുന്നു. മൂവാറ്റുപുഴയിലുണ്ടായ വാഹനാപകടത്തിൽ 1 മരണം, 10 പേർക്ക് പരിക്ക്, 3 പേരുടെ നില ഗുരുതരമാണ്. വാഗമണിലേക്ക് പോയി യുവാക്കളുടെ സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. യുവാക്കളുടെ കാറ് മറ്റ് 2 വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. യുവാക്കളുടെ വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തി. അപകടത്തിൽ പരിക്കേറ്റ എഴുമുട്ടും സ്വദേശി മനാപ്പുറത്ത് കുമാരി ചികിത്സയിലിരിക്കെ മരിച്ചു. കുമാരിയുടെ ഇവരുടെ മകൻ K അനു, അനുവിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയ, ഇവരുടെ മകൾ ദീക്ഷിത എന്നിവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോലഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.